ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നു. ദൈവം കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ കൂടുതൽ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കൂടുതൽ കൃപകൾ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ സഹന വഴികളിലൂടെ നടക്കാം. ദൈവത്തിലേക്ക് അടുക്കുന്നത് സഹനമില്ലാതിരിക്കാൻ വേണ്ടി ആകരുതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സഹനം കുറയാൻ വേണ്ടിയാണ് എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾക്ക് മനസ്സിലുണ്ടാകരുത്. ദൈവത്തിൽ ചേരുമ്പോൾ, ദൈവം ഇഷ്ടപ്പെടുമ്പോൾ കൂടുതൽ നിന്നെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിന്, കൂടുതൽ കൃപയിലേക്ക് നിന്നെ നയിക്കുന്നതിന് കൂടുതൽ വെട്ടിയൊരുക്കും. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തോ കൃപ എനിക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രവചനത്തിൻ്റെ ആകാം, അല്ലെങ്കിൽ രോഗശാന്തിയുടെ കൃപകളാകാം. ഇങ്ങനെ ഓരോ കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കർത്താവ് നിന്നിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്നെ വെട്ടിയൊരുക്കുന്നെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ബോധ്യമുണ്ടാകും. അതുകൊണ്ട് സഹന വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തെ പഴിചാരാതെ, ദൈവത്തെ കുറ്റപ്പെടുത്താതെ, ഇതെന്തോ ഒരു കാര്യം എന്നിലൂടെ ദൈവത്തിന് ചെയ്യാനുണ്ട്, എന്നിലൂടെ എന്തൊരു കാര്യം പ്രവർത്തിക്കാനുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടായാൽ മാത്രം മതി. ദൈവം അനുഗ്രഹിക്കട്ടെ.